ഹലോ ഗൈസ്, ഇന്ന് സൺഡേ ആണ്. അങ്ങനെ ചുമ്മാ പോസ്റ്റൊക്കെ ഒരു പണിയില്ലാണ്ടെങ്കിൽ ഇരുന്നപ്പോഴാണ് നമുക്ക് വണ്ടിക്ക് ഒരു പണി കിട്ടി. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കഴിഞ്ഞ ദിവസം ഇവിടെ കോട്ടയം നമ്മുടെ വൈഫ് ഹൗസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മരത്തിൻ്റെ അടിയിലേക്ക് മരം ചെറിയൊരു പണിയാണ് എന്താണെന്നിട്ട് ഇപ്പോൾ കാട്ടിത്തരാം. ഇതാണ് ഗൈസ്, മരത്തിൻ്റെ കായെല്ലാം വീണ് മൊത്തം സീനായി. വണ്ടിയിൽ മൊത്തം ഒന്നാമത് നമ്മൾ വണ്ടി കഴുകിയിട്ട് കുറച്ചായി, മഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കഴുകാനൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കാണ് വണ്ടി ഇങ്ങനെ ഒരു ചതി ചെയ്ത് നമ്മളോട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നമുക്കെന്നാ ഞായറാഴ്ചയല്ലേ വണ്ടി കഴുകാൻ പോയേക്കാന്ന് പറഞ്ഞ് നമ്മളൊരു സ്പോട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു സ്പോട്ടിൽ പോയി, അവിടെ വെള്ളം ഉണ്ടായില്ല, അതുകൊണ്ട് വണ്ടി കഴുകാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഒരു ചങ്കുപടി ജിത്തു ഉണ്ടായിരുന്നു, ജിത്തുവിനാണ് കൂട്ടിയിട്ട് ജിത്തുവിനൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വന്നു. ആ സ്ഥലം നിങ്ങളെ കാട്ടിത്തരാം, ആടിപ്പൊളി സ്ഥലമാണ്. ഇവിടെ എന്തോ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട്. പൊന്നങ്കടം തോട്ടും ഭാഗത്തുള്ള കുളിക്കടവിൽ 4 പേരുടെ മരണത്തിനിടെ ആഴമുള്ള കയമുള്ളതിനാൽ ഇവിടെ കുളിക്കുവാനും തുണി അലക്കുവാനും ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു, പഞ്ചായത്ത് സെക്രട്ടറി. അപ്പോൾ ഇച്ചിരി ഡേഞ്ചറാണ് സ്ഥലം, അപ്പോൾ സൂക്ഷിക്കുക. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ 4 പേരും മരിച്ചെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്ഥലം ഇച്ചിരി ഡേഞ്ചറാണ്, അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക. ഇതവിടെ മീനും ജിത്തും ഉണ്ട്, അവർ കൈ കാട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, ഈ സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പന്നകം പാതുവ റോഡാണ്. മറ്റക്കര, അതായത് കോട്ടയം ജില്ലയിലെ മറ്റക്കര വന്നിട്ട് പാതുവ പന്നകം റോഡിലാണ് ഈ പാതുവക്കുളം വരുന്നത്. പന്നകം തോട് വരുന്നത്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് ശക്തമായ വെള്ളമൊഴുക്കും ഉണ്ടെന്നാണ് ഇവിടുത്തെ ഒരു ചേട്ടനെ കണ്ട് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഓക്കെ, പക്ഷെ അല്ലാത്തപ്പോൾ ഇത് ഈ മേളിലേക്കുള്ള ഭാഗത്ത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് ഒട്ടും ഡേഞ്ചർ അല്ലാത്തൊരു ഭാഗമാണെന്നാണ് പറഞ്ഞത്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും കൂടെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന, സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു ഭാഗം ഇച്ചിരി ഡേഞ്ചറാണ്. വരുന്നൊരു മേളത്തെ ഭാഗത്ത് ഇറങ്ങുക, താഴത്തെ ഭാഗത്ത് ഇറങ്ങാതിരുന്നെങ്കിൽ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇച്ചിരി കൊണ്ട് മുമ്പോട്ട് പോന്നു കഴിഞ്ഞാൽ തോടിൻ്റെ വരുമ്പോൾ പക്ഷേ മറ്റൊരു ഭംഗിയില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ശിവൻ്റെ ശബ്ദവും അതിൻ്റെ മണ്ട കയറി വേണേൽ ചാടാൻ പറ്റും. ഇവിടെ എടുത്ത് അതിൻ്റെ മണ്ട കയറി ഒന്ന് ചാടണം എന്നാണ് പറയുന്നത്. ശക്തമായി ഞങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിയിട്ടും നമ്മുടെ ചെളി കുറച്ച് പോകുന്നുണ്ട്. മീനും അത് ശക്തമായി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കഴുകിയേക്കാം. അങ്ങനെ വണ്ടി കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ മറ്റേ കായും പറ്റി വീണ് കിടക്കുമായിരുന്നു. മേലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സൈഡും കാര്യങ്ങളും ലുക്കായി. ഇനി ഇതുകൊണ്ട് മഴയിൽ തന്നെ ഇറങ്ങാൻ ഓർക്കുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇറങ്ങി കുളിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ടു ഡേഞ്ചർ കേസ്, അതിനാൽ ഞങ്ങൾ വേറെ സ്ഥലത്താണ് കുളിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലം അടുത്ത് കാണിക്കാം. വണ്ടി കഴുകി സഹായിക്കാൻ നമ്മൾ 2 സഹായം ഉണ്ടായിരുന്നു, ഒന്ന് ജിത്തു ബ്രോയും ഒന്ന് പിന്നെ മീനിക്കുട്ടി. ബൈ ബൈ. ഒരു പറമ്പിൽ കൂടെ കയറി, അനുവാദമില്ല. അതെ അതെ, കൊക്കത്തോടത്തിൽ കൂടെ കയറിയാണ്. ഇതെവിടെയാണ് പോകുന്നതെന്ന് ഇവർക്കും അറിയത്തില്ല. ഫ്രണ്ടിൽ പോകുന്ന വഴികാട്ടിയായ ജിത്തു ബ്രോയ്ക്കും അറിയില്ല കേസ്. അതെ കേസ്, ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ഒട്ടും ഡേഞ്ചറല്ല, ഒന്നുകൊണ്ടും പേടിക്കാനില്ല, സുഖം. അങ്ങനെ നമ്മൾ നമ്മുടെ തോട്ടിലെത്തിട്ട കേസ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ തൊട്ട് കുറച്ച് മാറിയിട്ടുള്ള ഒഴുകുന്നൊരു തോടാട്ടോ ഇത്. ഇതൊട്ടും ഡേഞ്ചറല്ല. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത സമയത്ത് ആരും ഇതൊന്നും വീട്ടിൽ നിന്ന് അനുകരിക്കാതിരിക്കുക നമ്മുടെ വീഡിയോസ് കണ്ടിട്ട്. ഓക്കെ,
പക്ഷെ ഇത് ഒരു അടിപൊളി സ്ഥലമാണ്. കാരണം ഒത്തിരി ഡേഞ്ചർ ഒന്നുമല്ല, പക്ഷെ ഒരു ഒന്ന് ഒന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റിയ സ്ഥലം. കുറേ അടുത്ത് കാടൊക്കെ ആരും വരാത്തതുകൊണ്ട് കാടൊക്കെ പിടിച്ചും മറ്റേ കമ്പൊക്കെ ചാടി കിടക്കുവാണ്. നമ്മൾ ജിത്തു ബാഹുബലി കളിക്കുകയാണ് ഓരോ കമ്പൊക്കെ എടുത്തിട്ട്. അങ്ങനെ ആശാൻ അതൊക്കെ ക്ലീനാക്കി കേട്ടോ, നമുക്ക് നമുക്ക് വേണ്ടി കുളിക്കാൻ വേണ്ടി ആ സ്ഥലമെല്ലാം ക്ലീനാക്കി. ഇതാട്ടോ അതിൻ്റെ തൊട്ട് മേളിലൊരു സ്പോട്ട് കേട്ടോ, നല്ല അടിപൊളി ഒരു വ്യൂ. അത് വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്രയും ഭംഗി ഫീൽ ചെയ്യില്ല, ബട്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.